നീ ഏറ്റെടുക്കണേ റഹ്മാനേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുന്നു, നിങ്ങളുടെ ബാത്റൂം ഉണ്ടല്ലോ, ആ ബാത്റൂമിലാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബാത്റൂമിലേക്ക് കയറുമ്പോ തലമറച്ചുകൊണ്ട് കയറണേ, തൊപ്പിയിട്ടുകൊണ്ട് കയറണേ, ഷാളിട്ടുകൊണ്ട് കയറണേ. അതുപോലെ തന്നെ മാഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ തലമറച്ചുകൊണ്ട് കയറുന്നത് മാത്രമല്ല, കയറുന്നതിന് മുന്നേയുള്ള ദുആ നിങ്ങൾ ചൊല്ലണോ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മൾക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, അടുത്തത് നമ്മൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ബാത്റൂമിലേക്ക് കയറുമ്പോ തലമറച്ചുകൊണ്ട് കയറണം, ദുആ ചൊല്ലിയിട്ട് കയറണോ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഉള്ളിലിരുന്ന് നിങ്ങള് സംസാരിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുകയാണ്, പിന്നെ ഇബ്ലീസ് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഇബ്ലീസ് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, നഖത്തിന്റെ അടിയാണ്. നമ്മളുടെ കൈവിരലിന്റെ നഖമുണ്ടല്ലോ, ആ കൈവിരലിന്റെ നഖമുണ്ടല്ലോ, ആ നഖത്തിന്റെ അടിയിൽ ഇബ്ലീസ് താമസിക്കുമെന്ന് നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നഖം വളർത്തുന്നുണ്ട് മോഡലിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇത് മുസ്ലിമായ ഒരു മുഅ്മിനായ മനുഷ്യനോടാ പറയുന്നത്. നിങ്ങളുടെ നഖത്തിന്റെ അടിയിൽ ഇബ്ലീസ് പാർക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ നഖം വെട്ടണം. എന്തിനാ? ഒരാഴ്ച ആകുമ്പോൾ നഖം വളരും. ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ചൊന്ന് വളരും. എന്നാല് തിരക്ക് കഴിഞ്ഞാൽ ഉടനെ വെട്ടാം. അധികം നമ്മൾ നഖം നീട്ടി വളർത്തരുത്. നഖം വളർന്ന ഉടനെ വെട്ടുക. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, ഇബ്ലീസേ നിന്റെ കൂട്ടുകാരാരാണ്? ഇബ്ലീസേ നിന്റെ കൂട്ടുകാരാരാണ്? ആ സമയത്ത് ഇബ്ലീസ് പറയും,